നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനറൽ ഫുട്ബോൾ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പോൾ പോഗ്ബ സിറ്റുവേഷൻ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ്. യുവന്റസ് ഒഫീഷ്യലായിട്ട് പുള്ളിയുടെ കോൺട്രാക്ട് ഇന്ന് മ്യൂച്വൽ അഗ്രിമെന്റോടെ ടെർമിനേറ്റ് ചെയ്തു. ഫബ്രീസിയോ റൊമാനോ ഒക്കെ ഇത് കൺഫേം ചെയ്തിട്ടുണ്ട്. എന്ത് കാലിബർ ഉള്ള പ്ലെയർ ആയിരുന്നു. നമുക്കറിയാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലൊക്കെ കളിക്കുമ്പോൾ ഇത്രയ്ക്കും പൈസ സ്പെൻഡ് ചെയ്തുകൊണ്ട് പുള്ളീനെ കൊണ്ടുവന്നു. പലപ്പോഴും കിടിലം പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചിട്ടുള്ള ഒരു പ്ലെയർ ആണ്. പക്ഷേ പുള്ളിയുടെ ഒരു കരിയർ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ടോപ്പിൽ നിൽക്കുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. മാനേജറായിട്ട് പ്രശ്നം, ഈഗോ ക്ലാഷ് ഇഷ്യൂസ്, ഡോപ്പിംഗ് ഇഷ്യൂസ്, ഇതൊക്കെ പുള്ളിയുടെ കരിയറിൽ വില്ലനായിട്ട് വന്നു എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ഡോപ്പിംഗ് ബാന് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഫ്രീ ഏജന്റ് ആയിട്ട് പുള്ളിക്ക് വേണമെങ്കിൽ ഇനിയൊരു ക്ലബിൽ ജോയിൻ ചെയ്യാം. പക്ഷേ അടുത്ത വർഷം മാർച്ച് വരെ ഒഫീഷ്യലായിട്ട് കളിക്കാൻ പറ്റില്ല. ഇനി ഏതെങ്കിലും ടീം പുള്ളീനെ ഹയർ ചെയ്യുമെന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്തായാലും പുള്ളി ഇനി കരിയർ റിവൈവ് ചെയ്യാന്ന് പറയുന്നത് വളരെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ്. അൺഫോർച്ചുനേറ്റ്ലി ഒരു എൻ മോഡിലേക്കാണ് പുള്ളിയുടെ കരിയർ പോകുന്നത് എന്ന് പറയേണ്ടി വരും. മറ്റൊരു വാർത്ത ഡിസ്കസ് ചെയ്യാനുള്ളത് പോച്ചറ്റീനോനെ പറ്റിയിട്ടാണ്. ഇപ്പൊ ചെൽസി വിട്ടതിന് ശേഷം പുള്ളി USA ടീമിന്റെ കോച്ചായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 3 മത്സരങ്ങൾ മാത്രമേ US ടീം പുള്ളിയുടെ കീഴിൽ കളിച്ചിട്ടുള്ളൂ. 2 വിജയവും 1 പരാജയവുമായിട്ട് കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചു. പക്ഷേ ഇപ്പൊ നേഷൻസ് ലീഗിന്റെ മത്സരങ്ങൾ US പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ജമൈക്കെതിരെ നടന്ന മത്സരത്തിൽ ഒരു അഗ്ലി വിന്നാണ് 1-0 പോച്ചറ്റീനോയും US സ്വന്തമാക്കിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ജമൈക്ക തന്നെയാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കളിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി കിട്ടിയ ചാൻസുകൾ കൺവേർട്ട് ചെയ്യാൻ ജമൈക്കക്ക് കഴിഞ്ഞില്ല. 6 ചാൻസുകൾ മാത്രമേ USA ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊരു ഗോൾ അടിച്ചു, 1-0 വിജയം സ്വന്തമാക്കുകയും ചെയ്തു. ഇപ്പൊ വലിയ ഇമ്പ്രൂവ്മെന്റ് ഒന്നും ആ ഒരു ടീമിൽ കാണുന്നില്ല എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ളൊരു കാര്യം. പക്ഷെ ഏർലി സ്റ്റേജസ് ആണ്. പുള്ളിക്ക് സമയം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ടീമായിട്ട് US മാറ്റിയെടുക്കാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. അപ്പൊ ഇനി വരാൻ പോകുന്ന വേൾഡ് കപ്പ് തന്നെയാണ് US പ്രധാനപ്പെട്ട ഒരു നോട്ടെന്ന് പറയുന്നത്. നമുക്കറിയാം അതിന്റെ വെന്യൂൽ US ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പെർഫോമൻസ് ഹോമിൽ കാഴ്ചവെക്കേണ്ടത് USA ടീമിനെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലാണ്. ഇപ്പൊ പുളിസിക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ സീസണിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. പുള്ളിയൊക്കെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പോച്ചറ്റീനോക്ക് കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. മറ്റൊരു ന്യൂസ് വരുന്നത് ഇംഗ്ലണ്ട് ക്യാമ്പ് എന്നാണ്. നമുക്കറിയാം തോമസ് ടുക്കൽ ഒഫീഷ്യലായിട്ട് ഇംഗ്ലണ്ട് ടീമിന്റെ മാനേജറായിട്ട് ജനുവരി 1 ചാർജ് എടുക്കാൻ പോകുന്നത്. ഇപ്പൊ ഗ്രീസിനെതിരെയുള്ള മത്സരത്തിൽ 3-0 ഇംഗ്ലണ്ട് വിജയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺട്രി വേഴ്സസ് ക്ലബ് ഡിബേറ്റിലേക്കാണ്. ഇപ്പോൾ ഓരോ ആൾക്കാരുടെ വ്യൂ ഈ ഒരു ടോപ്പിക്കിൽ ഡിഫറെൻ്റ് ആയിരിക്കും. ചില ആൾക്കാർ പറയും നമുക്ക് കൺട്രി തന്നെയാണ് വലുത്, ക്ലബ് അതിൻ്റെ താഴെ മാത്രമേ വരൂ. പക്ഷേ കോറായിട്ടുള്ള കുറച്ച് ഫാൻസ് ഒക്കെ ക്ലബിനായിരിക്കും പ്രിഫറൻസ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ പ്രശ്നം നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഹാരി കെയ്ൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മളൊക്കെ കണ്ടതാണ്. പല ഇംഗ്ലണ്ട് പ്ലേയേഴ്സും അവസാന നിമിഷം ആ ഒരു നാഷണൽ ഡ്യൂട്ടിയിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇഞ്ചുറി ഒരു വലിയ പ്രശ്നം തന്നെ ആയിരുന്നു. പല ആൾക്കാരും ഫറ്റീഗ് കൊണ്ടും ഈ ഒരു നേഷൻസ് ലീഗിന്റെ മത്സരത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ മാൻ സിറ്റിയിൽ നിന്ന് ഫോർഡൻ ഗ്രീൻലിഷ് പങ്കെടുത്തിട്ടില്ല. ഇപ്പോ സാക്കയും ഡെക്ലൻ റൈസും ആർസണൽ ടീമിൽ നിന്ന് ഇഞ്ചുറി കാരണം പിന്മാറി. ഇപ്പൊ ചെൽസി നോക്കിക്കഴിഞ്ഞാൽ കോൾ പാമറെ പോലുള്ള പ്ലെയറും ഈ ഒരു നാഷണൽ ലീഗിന്റെ കോളിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ ഇവിടെ നമ്മൾ മറ്റൊരു വ്യൂ പോയിന്റ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നേഷൻസ് ലീഗിലൊക്കെ കളിക്കാൻ പറ്റിയ പ്ലെയേഴ്സ് ഇംഗ്ലണ്ട് സ്ക്വാഡിൽ ഉണ്ട്. അപ്പൊ അവർക്ക് അവസരം കൊടുക്കാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ ഈ ഒരു ഹെക്ടിക് ആയിട്ടുള്ള സ്കെഡ്യൂളിനിടയിൽ നേഷൻസ് ലീഗ് പോലുള്ള മത്സരം കളിക്കണമെന്നുള്ള മറ്റൊരു ചോദ്യമുണ്ട്. ഇപ്പൊ നേഷന്റെ ഒരു പ്രൈഡ് ആയാലും ആ ഒരു വ്യൂ പോയിന്റിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു കോമ്പറ്റീഷൻ, ഇപ്പൊ വേൾഡ് കപ്പോ യൂറോ കപ്പോ ഉള്ള കോമ്പറ്റീഷനിലൊക്കെ കളിക്കേണ്ടത് പ്ലേയേഴ്സിന്റെ കരിയറിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. പക്ഷേ നേഷൻസ് ലീഗും മറ്റ് ഫ്രണ്ട്ലിയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. എസ്പെഷ്യലി ഒരു ഇഞ്ചുറി ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലബിൽ കളിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു പ്ലെയറിനെ വളർത്തിക്കൊണ്ട് വരികയാണ്. അപ്പൊ അവർ ഇഞ്ചുറി ആവാതെ നിൽക്കേണ്ടത് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ്. എന്തായാലും ഇത് ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഇഞ്ചുറി ആണോ അല്ലെങ്കിൽ
ഫറ്റീഗ് കാരണം പിൻവലിച്ചതാണോ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് നമുക്കറിയില്ല. അപ്പൊ നിങ്ങളുടെ വ്യൂ താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.